ഇപ്പോൾ കണ്ണൂർ മലപ്പട്ടത്ത് CPIM പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. സന്തോഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സന്തോഷ്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. അപ്പോൾ അതായത് ഇവർ പറയുന്നുണ്ട്, CPIMന്റെ പ്രതിനിധി പറയുന്നുണ്ട്, അതായത് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലം അത് CPIMന് ഏറെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ CPIM ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയെന്ന് വരുത്തി തീർക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അക്രമം എന്നുള്ളത്. മാത്രമല്ല, കൊലവിളി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രകടനം ഉണ്ടായിരുന്നത്. മാത്രമല്ല, അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ഒരു MLA കൂടിയാണ്. സന്തോഷ്, ഭദ്ര, ഇന്നലെയാണ് CPIMന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ CPIMന്റെ ഓഫീസ് ആക്രമിച്ച് ജനൽ ചില്ലുകളും മറ്റും എറിഞ്ഞു തകർക്കുകയായിരുന്നു. ഏകപക്ഷീയമായ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇന്നലെ CPIMന്റെ ഓഫീസിന് നേരെ ഒരു ആക്രമണം നടന്നത്. ആ CPIMന്റെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലപ്പട്ടം ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ചേരുന്നത്. നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധ പ്രകടനത്തിലും പൊതുയോഗത്തിലും അണിചേരുകയാണ്. മലപ്പട്ടം എന്ന് പറയുന്നത് CPIMന്റെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള സംഘർഷവും മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ നിന്നും 5 കിലോമീറ്റർ മാറിയുള്ള അടുവാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ചെറിയ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മലപ്പട്ടത്തേക്ക് ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു മാർച്ച് നടക്കുകയും മാർച്ചിന്റെ ഈ സമാപനത്തിന് തൊട്ട് മുൻപായി CPIM ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. CPIMന്റെ പ്രവർത്തകർക്ക് നേരെ കല്ലേറും ഇന്നലെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിൽ മലപ്പട്ടം പോലുള്ള ഒരു സ്ഥലത്ത് സംഘർഷം ഉണ്ടാക്കുകയും പാർട്ടി ഗ്രാമത്തിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ കഥയുണ്ടാക്കി അത് വലിയ പ്രചരണം നൽകുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ CPIM പ്രവർത്തകർ വലിയ സംയമനമാണ് പാലിച്ചത്. CPIMന്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ടും നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തമാക്കുകയും യാതൊരു തരത്തിലുള്ള സംഘർഷത്തിലേക്കും നീങ്ങാത്ത വിധം സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ CPIM ഓഫീസ് ആക്രമിക്കപ്പെട്ടതിനെതിരെ ഇന്ന് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് CPIMന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രതിഷേധ പ്രകടനവും പൊതുയോഗവുമാണ് നടക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഭദ്ര. ശരി സന്തോഷ്, എന്തായാലും കണ്ണൂർ മലപ്പട്ടത്താണ് ഇപ്പോൾ CPIMന്റെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ പ്രതിഷേധം അല്ലെങ്കിൽ അക്രമം നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ CPIMന്റെ പ്രതിഷേധ പ്രകടനം.